ഹലോ എവരി വൺ, വെൽക്കം ടു എയ്സ് ആപ്പ്. എയ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്കണോമിക്സിൽ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ. ഞാൻ റഹീം മോങ്ങം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാനും എന്താണ് 5 ഇയർ പ്ലാൻ എന്നും വിശദമായി ഡിസ്കസ് ചെയ്തു. 5 ഇയർ പ്ലാൻ എവിടെ നിന്ന് വന്നു, ആരാണ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്, ലോകത്തിൽ ആദ്യമായിട്ട് എവിടെ വന്നു, അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്കഷനിൽ വന്നിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതി, ഇയർ 1956 മുതൽ 1961 വരെ. ഒന്നാമതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് PC മഹൽനോബീസാണ്. PC മഹൽനോബീസ്, പ്രശാന്ത് ചന്ദ്ര മഹൽനോബീസാണ്. ഇതിൻ്റെ മോഡൽ എന്നറിയപ്പെടുന്നതും PC മഹൽനോബീസ് മോഡലാണ്. ആരാണ് PC മഹൽനോബീസ്? എല്ലാവരും കേട്ടതായിരിക്കും. PC മഹൽനോബീസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ബജറ്റിൻ്റെയും പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ബജറ്റിൻ്റെയും പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? PC മഹൽനോബീസ്. അദ്ദേഹം ബർത്ത്ഡേ ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ജൂൺ 29 എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊൽക്കത്തയിലാണ്. അതിൻ്റെ സ്ഥാപകനും മഹൽനോബീസാണ്. 1931 ആരംഭിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു മഹൽനോബീസാണ്. ഇതിൻ്റെ സ്ലോഗൻ അല്ലെങ്കിൽ വിഷൻ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ്റെ വിഷൻ എന്നറിയപ്പെടുന്നത് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അസമത്വം കുറച്ച് എല്ലാവർക്കും ഈക്വൽ പരിഗണന നൽകുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അടുത്തതായി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് എടുത്ത മറ്റൊരു കാര്യമായിരുന്നു ഇറക്കുമതിക്ക് പകരം ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുക എന്നായിരുന്നു. കാരണം ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ കൃഷിക്കതിന് പ്രാധാന്യം നൽകിയിരുന്നു. ഇവിടെ നമ്മൾ പ്രാധാന്യം നൽകാൻ പോകുന്നത് കൃഷിക്കല്ല, മറിച്ച് ഇന്ത്യയിൽ വളരെ ക്രൈസിസ് അനുഭവപ്പെടുന്ന സമയമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൂടുതൽ ഉൽപ്പാദനം നിർവഹിക്കുകയും ഇറക്കുമതി അളവ് കുറയ്ക്കുകയായിരുന്നു നമ്മുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ആയിരുന്നു സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒബ്ജക്റ്റിലേക്ക് പോകാം. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? രണ്ടാം 5 ഇയർ പ്ലാൻ്റെ മെയിൻ ലക്ഷ്യം ഒന്ന് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മൾ വ്യവസായവൽക്കരണത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. വ്യവസായങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ രാജ്യത്തിന് വികസനം സാധ്യമാവൂ എന്നർത്ഥത്തിൽ നമ്മുടെ ആദ്യ 5 ഇയർ പ്ലാനിൽ കൃഷിക്ക് പ്രാധാന്യം നൽകുകയും രണ്ടാം 5 ഇയർ പ്ലാനിൽ ഇൻഡസ്ട്രിയലൈസേഷന് പ്രാധാന്യം നൽകുകയും ചെയ്തു. മാത്രമല്ല ഇൻഡസ്ട്രി വലുതാവുന്നതിലൂടെ മാത്രമേ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കൂട്ടാൻ കഴിയുള്ളൂ. അതേപോലെ തൊഴിലില്ലായ്മ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തൊഴിലില്ലായ്മ കുറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എംപ്ലോയ്മെൻറ്റ് ജനറേഷന് പ്രാധാന്യം കൊടുത്തു. തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇൻക്രീസ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നായിരുന്നു അടുത്ത ലക്ഷ്യം. ദേശീയ വരുമാനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി സാധ്യമാവൂ എന്ന അർത്ഥത്തിൽ മൂന്നാമതായി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇൻക്രീസ് നാഷണൽ ഇൻകം ആയിരുന്നു. ദ ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് നേരത്തെ പറഞ്ഞ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റിയിൽ അസമത്വം കുറക്കുക, പ്രാദേശിക അസമത്വം കുറയ്ക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ രാജ്യത്തിന് വികസനം സാധ്യമാവൂ എന്ന ലക്ഷ്യത്തോടുകൂടി നാലാമതായി പ്രാധാന്യം കൊടുത്ത് സോഷ്യൽ പാറ്റേൺ ഓഫ് സൊസൈറ്റി ആയിരുന്നു. ഇതായിരുന്നു 4 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. 1 ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം. 2 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. 3 ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക. 4 സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇൻഡസ്ട്രിയലൈസേഷൻ ഭാഗമായി നമ്മൾ പ്രാധാന്യം കൊടുത്തു 3 പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നു. 1 ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. 1959 ഛത്തീസ്ഗഡിൽ USSRൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതായിരുന്നു ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. അത് ഉദ്ഘാടനം ചെയ്ത അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റീൽ പ്ലാന്റ് ദുർഗാപൂർ ആയിരുന്നു. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ബംഗാളിലാണ് സ്ഥാപിച്ചത്. ബംഗാളിൽ 1959 അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവാണ് അത് ഉദ്ഘാടനം ചെയ്തത്. മൂന്നാമത്തെ സ്റ്റീൽ പ്ലാന്റ് ആയിരുന്നു റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ്. ജർമ്മനിയുടെ സഹായത്തോടെ നിർമ്മിച്ചതായിരുന്നു ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ ദ പബ്ലിക് സെക്ടർ. ഇവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പ്രാധാന്യം കൊടുത്ത ഒന്ന് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു. ദേശീയമായിട്ട് എന്ത് വർദ്ധിപ്പിക്കുക, വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് 3 പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റ് വന്നു. 1 ഭിലായ്, 2 ദുർഗാപൂർ, 3 റൂർക്കേല. ഈ 3 സ്റ്റീൽ പ്ലാന്റുകളും 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഭിലായ് ഛത്തീസ്ഗഡിലും ദുർഗാപൂർ ബംഗാളിലും അതേപോലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഓരോ ഭാഗങ്ങളായിട്ട് 1956 ഇന്ത്യയെ മിക്സ്ഡ് ഇക്കോണമിയായി പ്രഖ്യാപിക്കപ്പെടുന്നത്. എന്താണ്? ഇൻഡസ്ട്രിയൽ എക്കണോമിക് ആശയങ്ങൾ കൊണ്ടുവന്ന
ഒരു ആശയമായിരുന്നു മിക്സഡ് ഇക്കോണമി എന്നറിയപ്പെടുന്നത്. ഈ മിക്സഡ് ഇക്കോണമിയെ എക്കണോമിക്സിൻ്റെ ഭരണഘടന എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ എക്കണോമിക്സിൻ്റെ അന്നത്തെ പോളിസിയെ, അന്നത്തെ റവല്യൂഷനെ അറിയപ്പെടുന്നത് എക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. 1956 മിക്സഡ് ഇക്കോണമി. എന്താണ് മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികൾക്കും പ്രൈവറ്റുകൾക്കും ഒപ്പം പബ്ലിക് ഗവൺമെൻറ്റുകൾക്കും ഒരേപോലെ തുല്യ പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചതായിരുന്നു മിക്സഡ് ഇക്കോണമി. 3 തരം എക്കണോമിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി, 2 സോഷ്യലിസ്റ്റ് ഇക്കോണമി, 3 മിക്സഡ് ഇക്കോണമി. എന്താണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി? ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ പ്രാധാന്യം കൊടുക്കുക, പ്രൈവറ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. എല്ലാ ഉൽപ്പാദന ഉപാധികളും സ്വകാര്യ വ്യക്തികളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും കേന്ദ്രീകരിക്കുന്നതും ലാഭം മാത്രം ലക്ഷ്യം വെക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എന്നും, എന്നാൽ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഉൽപ്പാദന ഉപാധികളും സർക്കാർ മാത്രം നിയന്ത്രണത്തിലും ഒരു കേന്ദ്രീകൃത നിയന്ത്രണമുള്ളതുമായ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് എന്ത് പറയാം? ഒരു സോഷ്യലിസ്റ്റ് എന്ന് പറയാം. എന്നാൽ മിക്സഡ് ഇക്കോണമി പ്രൈവറ്റുകൾക്ക് പ്രാധാന്യം നൽകുകയും എന്നാൽ സർക്കാർ ഇടപെടുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മിക്സഡ് ഇക്കോണമി. 1956 ഇന്ത്യയെ മിക്സഡ് ഇക്കോണമിയായി പ്രഖ്യാപിക്കപ്പെടുന്നത്. കാരണം ഇന്ത്യയിൽ വൻകിട സ്ഥാപനങ്ങൾ നടത്താനും അതിൻ്റെ കാര്യങ്ങൾ നടത്താൻ പ്രൈവറ്റുകളെ ചുമതലപ്പെടുത്തുകയും എന്നാൽ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വികസനത്തിന് വേണ്ടി സർക്കാർ ഇടപെടുകയും ചെയ്യുന്നതിനാണ് നമ്മൾ മിക്സഡ് ഇക്കോണമി. 1956 രണ്ടാം 5 ഇയറിൻ്റെ പ്ലാനിൻ്റെ ഭാഗമായി നമ്മൾ ആരംഭിച്ചതാണ് മിക്സഡ് ഇക്കോണമി. 1957 അറ്റോമിക് എനർജി കമ്മീഷൻ വന്നു. 1948 ഓഗസ്റ്റിൽ അന്നത്തെ ആദ്യത്തെ ചെയർമാനായിരുന്ന ഡോക്ടർ ജഹാംഗീർ ബാബിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറ്റോമിക് എനർജി കമ്മീഷൻ 48 ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ 56 അത് വീണ്ടും വന്നുള്ളത്. 57 അത് പുനഃസംഘടിപ്പിച്ച് അത് വലിയൊരു കമ്മീഷനാക്കി മാറ്റിയത് 1957. പിന്നീട് 1959 ഒക്ടോബർ 2 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലയിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. 1959 ഒക്ടോബർ 2 പഞ്ചായത്ത് രാജ് സംവിധാനം അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു രാജസ്ഥാനിലെ നാഗൂർ എന്ന ജില്ലയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയായിരുന്നു പഞ്ചായത്ത് രാജ് സംവിധാനം. ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയായിരുന്നു. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 അപ്പോയിൻ്റ് ചെയ്ത് അവർ പിന്നീട് ഇംപ്ലിമെൻ്റ് ചെയ്ത ആശയമായിരുന്നു പഞ്ചായത്ത് രാജ് സംവിധാനം. ഇത് വന്നത് ഗാന്ധിജിയുടെ ഗ്രാമീണ സ്വരാജ് എന്നൊരു ആശയത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന ആശയമായിരുന്നു പഞ്ചായത്ത് രാജ് സംവിധാനം. ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ആദ്യം നമ്മൾ കൊടുത്തിരുന്നത് ജില്ലാ പഞ്ചായത്തെന്നും പഞ്ചായത്ത് സ്മൃതി എന്നും അതേപോലെ തന്നെ ലോക്കൽ പഞ്ചായത്തിൻ്റെ രൂപത്തിലായിരുന്നു. പിന്നീട് അതിനെ മാറ്റിയാണ് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അങ്ങനെ തിരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബൽവന്ത് റായ് മേത്തയാണ് 1959 ഒക്ടോബർ 2 വന്നിട്ടുള്ള പഞ്ചായത്ത് രാജ് സംവിധാനം അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. ടാറ്റ ഫണ്ടമെൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായി നിലയിൽ വന്നത് നിങ്ങൾക്കറിയുണ്ടാവും 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇതിനൊപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് IIMകൾ. ഇന്ത്യയിൽ ഇപ്പോൾ പ്രസൻ്റ്ലി 22ഓളം IIMകളുണ്ട്. IIMകൾ നിലയിൽ വന്നതും 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. മാത്രമല്ല ടാറ്റ ഫണ്ടമെൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലയിൽ വന്നതും 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. എന്താണ് 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമുക്ക് അനുഭവപ്പെട്ട ക്രൈസിസ്? വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് അണ്ടർ ഇൻ സെക്കൻഡ് 5 ഇയർ പ്ലാൻ? ദ ഫസ്റ്റ് വൺ, ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ്. വ്യവസായങ്ങൾക്ക് ആവശ്യമായ വലിയ മെഷീനുകൾ വിദേശത്ത് നിന്ന് വാങ്ങിയപ്പോൾ ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വൻതോതിൽ കുറയുകയും 1957 ഇന്ത്യയിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ചെയ്തു. കാരണം ഇന്ത്യയിൽ ഓരോ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് വലിയ വലിയ മെഷീൻസുകളും അതേപോലെ തന്നെ എക്യുപ്മെൻസുകളും വിദേശ രാജ്യത്തു നിന്ന് വാങ്ങുകയും അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുകയും ചെയ്തു. ദ ഫസ്റ്റ് ക്രൈസിസ്. ദ സെക്കൻഡ് വൺ, കൃഷിക്ക് നൽകിയ പ്രാധാന്യം. കൃഷിക്കായിരുന്നു ഒന്നാമത്തെ പ്രാധാന്യം നൽകിയത്. 1ാം 5 ഇയർ പ്ലാൻ നമ്മൾ പ്രാധാന്യം നൽകി കൃഷിക്കായിരുന്നു. എന്നാൽ കൃഷിക്ക് 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ കൃഷിക്ക് പ്രാധാന്യം നൽകാതെ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകിയത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് പ്രാധാന്യം കുറഞ്ഞതുകൊണ്ട് രാജ്യത്ത് ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം. അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയും മാത്രമല്ല കൃഷിക്ക് ഭക്ഷണ കാര്യങ്ങൾക്ക് വളരെ കുറയുകയും ചെയ്തു. പിന്നീട് 1965 ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ നമുക്ക് ഭക്ഷ്യക്ഷാമം വളരെ കുറഞ്ഞു. എന്നിരുന്നാലും 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഏറ്റവും ക്രൈസിസ് അനുഭവപ്പെട്ടത് കൃഷിക്ക് പ്രാധാന്യം കുറഞ്ഞതുകൊണ്ട് തന്നെ രാജ്യത്ത് ഭക്ഷ്യക്ഷാമവും അതേപോലെ തന്നെ വിലക്കയറ്റവും വർദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്രൈസിസ്. ഇത് 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ലക്ഷ്യമിട്ട വളർച്ച എന്നറിയപ്പെടുന്നത് 4.5%. 2ാമത്തെ എന്നാൽ അച്ചീവ് ചെയ്ത നിരക്ക് 4.27%.
പ്രതീക്ഷിച്ച നിരക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പരാജയപ്പെട്ട പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞു ലക്ഷ്യമിട്ടത് 3.1% കൈവരിച്ചത് 3.6%. പ്രതീക്ഷിച്ചതിലും കൂടുതൽ കിട്ടി. പ്രാധാന്യം നൽകിയത് എന്തായിരുന്നു? കൃഷിക്കും അനുബന്ധ കാര്യങ്ങൾക്കായിരുന്നെങ്കിൽ ഇവിടെ പ്രാധാന്യം നൽകിയത് എന്തായിരുന്നു? വ്യവസായത്തിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഓരോന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. നോക്കൂ, സെക്കൻഡ് 5 ഇയർ പ്ലാന് ആർക്കിടെക്ചർ അഥവാ മോഡൽ എന്നറിയപ്പെടുന്നത് PC മഹൽനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത്. അതിനെ അറിയപ്പെടുന്നത് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി. അതിൻ്റെ സ്ലോഗൻ എന്നറിയപ്പെടുന്നത് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി. ഇറക്കുമതിക്ക് പകരം ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുക എന്നായിരുന്നു രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മുടെ മെയിൻ എയിം എന്നറിയപ്പെടുന്നത്. നോക്കൂ, ഇതിന് പ്രാധാന്യം നൽകിയ 4 കാര്യങ്ങളാണ്. 1, വ്യവസായവൽക്കരണം, വ്യവസായത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. 2, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അഥവാ തൊഴിലില്ലായ്മ കുറക്കുക എന്നുള്ളതിന് ഇമ്പോർട്ടൻസ്. ജനസംഖ്യ കൂടുതലായിരുന്നു, അതുകൊണ്ട് തൊഴിലില്ലായ്മ കുറക്കുക. 3, ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് നാഷണൽ ഇൻകം. 4th വൺ, സോഷ്യൽ പാറ്റേൺ ഓഫ് സൊസൈറ്റി, അസമത്വം കുറക്കുക, എല്ലാ ഗ്രാമങ്ങളിലേക്കും എല്ലാ വികസനവും എത്തിക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ബിലായ് എന്ന സ്റ്റീൽ പ്ലാന്റും ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റും റൂർക്കേല സ്റ്റീൽ പ്ലാന്റും സ്ഥാപിക്കുകയും ബിലായ് 1959 ഛത്തീസ്ഗഡിലും USSRൻ്റെ സഹായത്തോടെയും ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് ബംഗാളിൽ 1959 സ്ഥാപിക്കുകയും റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നമ്മുടെ ഒഡീഷയിൽ ജർമ്മനിയുടെ സഹായത്തോടെയും നിർമ്മിച്ചു. നോക്കൂ, അടുത്തതായി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 1956 ഇന്ത്യയെ മിക്സഡ് ഇക്കോണമിയെ പ്രഖ്യാപിക്കുകയും 1957 ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ, ശരിക്കും 1957 48 വന്നിട്ടുണ്ട്, അത് പുനഃസംഘടിപ്പിച്ച് നല്ല രീതിയിൽ വന്നത് 1957. 1959 ഒക്ടോബർ 2 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത്. ടാറ്റ ഫണ്ടമെൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നതും രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. പഞ്ചവത്സര പദ്ധതി നേരിട്ട 2 പ്രധാനപ്പെട്ട ക്രൈസിസ് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ അഭാവമായിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ അഭാവം കാരണം വലിയ വലിയ മെഷീനുകൾ വിദേശ രാജ്യത്ത് നിന്ന് വാങ്ങിയപ്പോൾ ഇന്ത്യയിലെ വിദേശ നാണയ ശേഖരത്തിൻ്റെ കുറവ് വളരെ അനുഭവപ്പെടുകയും 1957 ഇന്ത്യ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ചെയ്തു. രണ്ടാമതായിട്ട് നമുക്ക് ക്രൈസിസ് വന്നിട്ടുള്ളത് നമ്മുടെ കൃഷിക്ക് പ്രാധാന്യം കുറഞ്ഞതുകൊണ്ട് തന്നെ രാജ്യത്ത് ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും വർദ്ധിച്ചു, ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയും ചെയ്തു. നമ്മൾ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എന്നറിയപ്പെടുന്ന 4.5%, എന്നാൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്നറിയപ്പെടുന്നത് 4.27%. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നത് ഒന്നാം 5 ഇയർ പ്ലാനായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിശദമായിട്ട് രണ്ടാം 5 ഇയർ പ്ലാനും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. മൂന്നാമത്തെ 5 ഇയർ പ്ലാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.